തുടരും സമീർ. ഇപ്പോൾ വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഈ ദുരന്തത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ വരുന്നുണ്ട്. ഒന്ന് ഹിരകുമാർ 32 വയസ്സാണ്, ദിലീപ് 19 വയസ്സ്, സൂരജ് യാദവ് 25 വയസ്സ്, സഞ്ജയ് താക്കൂർ 35 വയസ്സ്, രജനീഷ് 27 വയസ്സ്, തന്മയ് ഘോഷ് 28 വയസ്സ്, കുപ്മാൽ 37 വയസ്സ്, കുഞ്ചു 39 വയസ്സ്, സന്തോഷ് കുമാർ. അങ്ങനെ 9 പേരുടെ പേര് വിവരങ്ങൾ. എല്ലാവരും ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികളാണെന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാവരും ഈ 9 പേരെയും ഇപ്പോൾ വിംസ് ആശുപത്രിയിൽ ആണ് പ്രവേശിപ്പിച്ചിട്ടുള്ളതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്ന് നേരത്തെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തന്നെ പറയുന്നുണ്ടായിരുന്നു. അതിൽ ആരുടെ നിലയാണ് ഗുരുതരം എന്നുള്ള കാര്യങ്ങളിൽ വ്യക്തത വരണം. എന്തായാലും 9 പേരെയാണ് ഇപ്പോൾ സമീപത്തുള്ള വിംസ് ആശുപത്രിയിൽ മാറ്റിയിരിക്കുന്നത്. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങളുണ്ട്. ചുള്ളിക്ക ഗവൺമെന്റ് LP സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ പ്രദേശത്തുള്ള വീടുകളിലെ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അവിടെ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. അതുകൊണ്ട് വേഗത്തിൽ ദ്രുതഗതിയിൽ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കാലാവസ്ഥ നിലവിലുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ മണ്ണിപ്പോഴും കുമിഞ്ഞുകൂടി കിടക്കുന്നു. ആ കുമിഞ്ഞുകൂടി കിടക്കുന്ന മണ്ണിന്റെ ഏത് അടിഭാഗത്താണ്, ഏത് ഭാഗത്താണ് ഈ ആളുകളുണ്ട്, വാഹനങ്ങളുണ്ട് എന്നൊക്കെ സംശയങ്ങളുള്ള ഭാഗം ഏതാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. എല്ലാ ഭാഗങ്ങളിൽ നിന്നും മണ്ണ് നീക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ടിപ്പർ ലോറികൾ അങ്ങോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നു, കൂടുതൽ JCBകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ രീതിയിൽ വേഗത്തിൽ മണ്ണ് മാറ്റിയാൽ മാത്രമേ, ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. മണ്ണിനകത്ത് ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ അവസ്ഥ, അവരുടെ ആരോഗ്യനില എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ട് ഏത് ഭാഗത്താണ് ഇവർ അകപ്പെട്ടു പോയത് എന്നതുപോലും അറിയില്ല. അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളിലെയും മണ്ണ് മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ കരണീയമായ സംഗതി. ആ പണിയാണ് ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ജോലിക്കാർക്ക് പുറമെ, ഇതര സംസ്ഥാനക്കാരായ ജോലിക്കാരാണ് ഇതിനകത്ത് അകപ്പെട്ടു പോയതെന്നുള്ള സംശയങ്ങളാണ് ഇപ്പോഴുള്ളത്. ഈ ജോലിക്കാർക്ക് പുറമെ നാട്ടുകാരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട് എന്ന് നേരത്തെ T സിദ്ദീഖ് മന്ത്രി പറയുന്നു. നമ്മൾ കേട്ടു. NDRFന്റെ 30 അംഗ സംഘം വയനാട്ടിൽ നിന്നും കോഴിക്കോട്ട് നിന്നും അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. അവർ നിലവിൽ സ്പോട്ടിൽ എത്തിച്ചേർന്നിട്ടില്ല. 30 അംഗ സംഘം വയനാട്ടിൽ നിന്നും, ഒപ്പം കോഴിക്കോട്ട് നിന്ന് 30 അംഗ സംഘവും സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അവർ കൂടി എത്തുന്നതോടുകൂടി ഈ രക്ഷാപ്രവർത്തനത്തിന് വേഗം കൂടും എന്ന പ്രതീക്ഷ, ആശ്വാസം നിലവിലുണ്ട്.